വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 8/11/2025 ഇന്ന് നടന്ന 10th പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസ്സി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ? ഉത്തരം ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. അടുത്ത ചോദ്യം, 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? ഓപ്ഷൻ ബി, മോഹൻലാൽ. അടുത്ത ചോദ്യം, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത്? ഓപ്ഷൻ സി, വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ഓപ്ഷൻ സി, ഡോക്ടർ എ ജയതിലക്. അടുത്ത ചോദ്യം, ISROയുടെ പുതിയ ചെയർമാൻ? ഓപ്ഷൻ ബി, വി നാരായണൻ. അടുത്ത ചോദ്യം, ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി, ആഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ? ഓപ്ഷൻ ബി, മാർത്താണ്ഡവർമ്മ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വന്നത്. കഥകളി, കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടൻതുള്ളൽ, കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി, കുമാരനാശാൻ, കൃഷ്ണഗാഥ, ചെറുശ്ശേരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി? ഓപ്ഷൻ സി, സജി ചെറിയാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി, രാജസ്ഥാൻ. അടുത്ത ചോദ്യം, മഹാരാഷ്ട്ര റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം? ഓപ്ഷൻ എ, 146. അടുത്ത ചോദ്യം, ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം? ഉത്തരം ഓപ്ഷൻ ഡി, സംവാദ് കൗമുദി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ റാബിവിള അല്ലാത്തത്? ഓപ്ഷൻ സി, പരുത്തി. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി കരാറിൽ പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? ഓപ്ഷൻ എ, താജിക്കിസ്ഥാൻ. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ, ടിബറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ഉത്തരം ഓപ്ഷൻ ബി, ഷിപ്കില ചുരം. അടുത്ത ചോദ്യം, കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 1ഉം 3ഉം ശരി. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായി ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അതാണ് ശരി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ ആണ് 1ഉം ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉം ശരി. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ഉപദ്വീപ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. അത് രണ്ടാണ് ശരി. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല? ഉത്തരം ഓപ്ഷൻ ബി, സിക്ബം. അടുത്ത ചോദ്യം, ദേശീയപാത NW3 കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ സി, കേരളം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഓപ്ഷൻ എ, 1951-52. അടുത്ത ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ സി, ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളുടെ കാലക്രമത്തിലാകുക? ഓപ്ഷൻ ഡി ആണ് ആൻസർ. കുണ്ടറ വിളംബരം 1809, മലയാളി മെമ്മോറിയൽ 1896, വൈക്കം സത്യാഗ്രഹം 1924, മാപ്പിള ലഹള 1921. അടുത്ത ചോദ്യം,
സ്വതന്ത്രാന്തര ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പരിവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി, ശരിയാണ്. 1969 ISRO രൂപീകരിച്ചു, ശരിയാണ്. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഉത്തരം വരുന്നത് 1, 2, 4. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മ സമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ സി, ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നു, സതി, ശൈശവ വിവാഹം എന്നിവയെ അവസാനിപ്പിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ഓപ്ഷൻ ഡി 4 ഹൈദരാബാദ്, ജൂനഗഡ്, കാശ്മീർ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ഉത്തരം CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻ സി, DK കാർവെ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായ പങ്കുവഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത്? ഓപ്ഷൻ ബി, അഭിനീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാപത്ര നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി ആണ് 1878. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ 51A വകുപ്പിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അടുത്ത ചോദ്യം, അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ ബി 16-ാം വകുപ്പ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ എന്തെല്ലാം? ഓപ്ഷൻ സി, 3 മാത്രമാണ് തെറ്റ്. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. അത് തെറ്റാണ്, 3 മാത്രം. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി, 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്, 2 തെറ്റാണ്. 1993 ഒക്ടോബർ 12-നാണ് ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. അത് ശരിയാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി 2022 86-ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 പ്രസ്താവന മാത്രമാണ് ശരി. ഇന്ത്യൻ പ്രസിഡന്റിന് 352-ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19-ാം വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. പിന്നെ 2022 86-ാം ഭരണഘടനാ ഭേദഗതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടന 21-ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005-2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ബി 2 മാത്രം. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർക്ക് കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നവരെ ഏതാണോ ആദ്യം വരുന്നത് അതാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് തെറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ ഡി 2, 3 മാത്രം
ശരിയായ മാത്രം ശരി. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശം. രണ്ടും മൂന്നും ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1978 44-ാം ഭരണഘടന ഭേദഗതിയിലാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. ഓപ്ഷൻ സി 1950 ജനുവരി 24. അടുത്ത ചോദ്യം, കേരള കായിക ദിനം. ഓപ്ഷൻ എ ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ സി പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിലെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥ്. ഓപ്ഷൻ ഡി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ഓപ്ഷൻ ബി പമ്പ. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി. ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ പെരിയാർ. കൊച്ചിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഓപ്ഷൻ എ മംഗളവനം. വിഴിഞ്ഞ തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ സി സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. അതാണ് തെറ്റ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, എന്ന സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യ സ്നേഹത്തിലും സർവ്വ സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനം, ഇതെല്ലാം ശ്രീനാരായണുമായി ബന്ധപ്പെട്ടതാണ്. ബന്ധമില്ലാത്തത് സ്ത്രീ. ഓപ്ഷൻ സി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. അടുത്ത ചോദ്യം, 1615 കേരളത്തിലെ സാമൂതിരിയുടെ വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ സി വില്യം കീലിംഗ്. അടുത്ത ചോദ്യം, വയനാട്ടിലെ കുറിച്യകലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 4. എല്ലാം ശരി ഉത്തരങ്ങളാണ്. തിരുവിതാംകൂർ സർക്കാർ പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം. ഓപ്ഷൻ ബി 1865. കേരളത്തിലെ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി 1936 ഇലക്ട്രിസിറ്റി സമരം ബന്ധമില്ലാത്ത സംഭവമാണ്. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആര്? ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഓപ്ഷൻ സി വടകര. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ഓപ്ഷൻ ഡി ടി പ്രകാശം. അടുത്ത ചോദ്യം, മോണയിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ. ഓപ്ഷൻ ബി നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ലീഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന തെറ്റായത്. ഓപ്ഷൻ ബി ആണ് തെറ്റ്. ലിംഫ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവ എല്ലാം ശരിയാണ്. അടുത്തത്, പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഭക്ഷ്യ ശൃംഖലയിൽ തൃതീയ ഉപഭോക്താവ് ഏത്? ഓപ്ഷൻ സി കഴുകൻ. അടുത്ത ചോദ്യം, വംശഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. ഓപ്ഷൻ ഡി IUCN. അടുത്ത ചോദ്യം, പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ഓപ്ഷൻ സി വിറ്റാമിൻ സി. അടുത്ത ചോദ്യം, കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുക്കുന്ന പ്രസ്താവന ശരിയല്ല. ശരിയായത് തിരഞ്ഞെടുക്കുക. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു. അടുത്ത ചോദ്യം, കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിലേത്? വിജാഗിരി സന്ധി. അടുത്ത ചോദ്യം, ഭൗമ സൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം. ഓപ്ഷൻ ബി കണ്ണൂർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വായിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ. ഓപ്ഷൻ ഡി കോളറ, ടൈഫോയിഡ്. താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഐസോപ്രീൻ.
അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ 1ഉം 2ഉം തെറ്റാണ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില. ഓപ്ഷൻ സി 98.6 ഡിഗ്രി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഏണസ്റ്റ് റൂദർഫോർഡ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതെല്ലാം? 1ഉം 3ഉമാണ് ശരിയായത്. ഓപ്ഷൻ എ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹലോജനുകൾ. ഹെൻറി മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യം, ഒരു സമതല ദർപ്പണത്തിൻ്റെ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായി കാണപ്പെടുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി പാർഷിക വിപര്യം. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂള്. അടുത്ത ചോദ്യം, വൈദ്യുതി മോട്ടറിലെ ഊർജ്ജമാറ്റം. ഓപ്ഷൻ ബി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു. താഴെ കൊടുത്തിരിക്കുന്ന അയിരിൻ്റെ സാധാരണമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ഉത്പാദനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.